ചേച്ചി അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? നമസ്കാരം. നമ്മളിപ്പോൾ കണ്ടത് RJ അഞ്ജലിയും അവരുടെ ഒരു സുഹൃത്തും ചേർന്നിട്ട് നടത്തിയ ഒരു പ്രാങ്ക് വീഡിയോയുടെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. അവർക്ക് രജിസ്റ്റർ ചെയ്യുന്ന നമ്പറിലേക്ക് വിളിക്കുകയും അങ്ങനെ പ്രാങ്ക് ചെയ്യുകയാണ് പതിവ്. ചില രസകരമായ പ്രാങ്കുകളൊക്കെ അവർ നടത്താറുണ്ട്. എന്നാൽ ഇതിപ്പോൾ നടത്തിയത് ഒരു അസ്ഥാനത്തായി പോയി എന്ന് പറയാം. കാരണം വളരെ മോശമായിട്ടുള്ള ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു ഇത് എന്ന് പറയാം. ഒരു ചേച്ചി, മൈലാഞ്ചി ഇടുന്ന ചേച്ചിയാണ്, അവരുടെ പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോകുന്നൊരു സ്ത്രീയാണ്. അവരെ വിളിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് അവരെ പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. സത്യത്തിൽ ഈ ഒരു പ്രാങ്ക് വീഡിയോ കണ്ടപ്പോൾ ചിരിക്കാനല്ല തോന്നിയത്, ഇവരെ ആലോചിച്ച് സഹതാപം തോന്നിപ്പോയി. കാരണം ഇത്രയും എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ട് ഇവർ ഇത്രയും തരം താഴ്ന്ന ഒരു പണിയാണല്ലോ ചെയ്തത് എന്നാലോചിച്ചിട്ട് ഈ രണ്ട് വ്യക്തികളെയും ചിന്തിച്ചുകൊണ്ട് വേദനയാണ്, ദുഃഖമാണ് തോന്നിയത്. അല്ലെങ്കിൽ ഒരു തരി പോലും അതിന് കണ്ട് ചിരിക്കാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ സ്ത്രീയാണെന്നുള്ള പരിഗണനയില്ല, അവരെ പോലെ ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണനയില്ല. ഇവർ ഈ ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ ബോൾഡായിട്ട് ചില കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് പറയണമെന്നില്ല. അവരാദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥ ആയിരിക്കും. അപ്പോൾ ആ സ്ത്രീയുടെ ഒരു ഇതേപോലും മാനസികമായിട്ടുള്ള അവസ്ഥ പോലും ചിന്തിക്കാതെയാണ് ഈ പെൺകുട്ടികൾ അവരെ പ്രാങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചോദിച്ച ആളുകൾ വിളിക്കും എന്നുള്ളത്. മൈലാഞ്ചി എല്ലായിടത്തും ഇടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആ ഒരു പ്രാങ്ക് വീഡിയോ തുടങ്ങുന്നത്. അതിന്റെ മുഴുവൻ ഭാഗം നമുക്ക് കണ്ടു നോക്കാം. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ഫ്രണ്ട് പേരെന്താ? നിഷാന. അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. വെഡിങ് ആണോ? ഓ എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? മൈലാഞ്ചി ഇടുക എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയെ ഇവർ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യാണ്. ഇവരുടെ വിവാഹമാണ്, 25-ാം തീയതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. തിരുവനന്തപുരമാണ് വീട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ സാധു സ്ത്രീ അവർക്ക് വന്ന ഒരു ഓർഡറാണ് എന്ന് വിചാരിച്ചിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എവിടെയാണ്, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം എന്നൊക്കെ ആ പെൺകുട്ടികളോട് പറയാണ്. അപ്പോൾ നിങ്ങൾ ചേച്ചി എല്ലായിടത്തും ഇടുമോ മൈലാഞ്ചി എന്ന് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ആ ചേച്ചി നിഷ്കളങ്കമായിട്ടൊരു മറുപടി നൽകുന്നുണ്ട്. അതുകൂടി നമുക്ക് കേട്ടു നോക്കാം. കൈക്ക് എത്ര? മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? അതിന് സെപ്പറേറ്റ് ആവും. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ട്? വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. തീരെ സംസ്കാരമില്ലാത്ത കുട്ടികളുടെ പോലെ തരം താഴ്ന്നു പോകുന്ന ഒരു സ്വഭാവം. തീർച്ചയായിട്ടും ഇവർ എന്ത് മാതൃകയാണ് സമൂഹത്തിന് നൽകുന്നത് ഇത്തരത്തിലുള്ള പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇവരുടെ വീഡിയോസ് കാണുന്നത് പല പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇവർ ഈ ഒരു പ്രാങ്ക് വീഡിയോയിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചേച്ചി ഇതെല്ലാം കേട്ടിട്ട് പിന്നെ അവസാനം അവരെന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാണ്, ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് കണ്ടു നോക്കാം. അവര് ഫോൺ എടുത്ത് എറിഞ്ഞു തോന്നുന്നു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഇരുന്ന് ഇളിക്കുകയാണ് രണ്ട് പെണ്ണുങ്ങളും. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിരി തോന്നുന്നുണ്ടോ? വളരെ മോശമായിട്ട്, അറപ്പാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത് കേട്ടോ. വളരെ മോശമായിട്ടുള്ളൊരു പെർഫോമൻസ്. പ്രാങ്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ അസുഖവും കാണിക്കുക അല്ലെങ്കിൽ എന്ത് തോന്നിയ അസുഖവും പറയുക എന്നുള്ളതാണോ? ഇതിനൊക്കെ ശരിക്കും നടപടി എടുക്കുകയാണ് വേണ്ടത്. ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടി ഉടനെ തന്നെ ഇതിനൊക്കെ കേസ് കൊടുക്കുക ചെയ്യേണ്ടത്. വളരെ മോശമായി പോയി. പ്രാങ്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇൻസൾട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വാല്യൂ ഇല്ലാത്ത, ഒരു മൂല്യവും ഇല്ലാത്ത കാര്യമാണ് അവർ സൊസൈറ്റിക്ക് പാസ് ചെയ്യുന്നത്. നാളെ കിട്ടുമോ? പക്ഷെ അന്ന് കൊടുത്തു വിട്ടതുപോലത്തെ കേക്ക് കൊടുത്തു വിടല്ലേ, കല്ല് പോലെ ഇരുന്നത്. ഞങ്ങൾ അവസാനം കേക്ക് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പരസ്പരം എറിഞ്ഞു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലെ മുട്ട പതപ്പിക്കുന്നതിന് പകരം കുറച്ച് സോപ്പ് പതപ്പിക്കാൻ പറ്റുമോ?
സൂപ്പർ. കേക്ക് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവൻ വയറിളകി കിടക്കണം. എന്റെ പൊന്നെ, അപ്പൊ ഞാനകത്ത് പോവും. അയ്യോ, ചേച്ചിയെ കൊണ്ടേ ഇത് പറ്റുള്ളൂ. കഴിഞ്ഞ വർക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഉടായ്പുണ്ടെങ്കിൽ ചേച്ചി തന്നെ വിളിക്കണം എന്ന്. അയ്യോ എന്റെ അമ്മേ, കാരണറിയോ, ഞാനകത്ത് പോവും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിനേക്കാൾ നിങ്ങൾ നല്ല വെള്ളത്തിന് കലക്കി കൊടുക്കണമല്ലേ. അങ്ങനെയാണെങ്കിൽ അവന് സംശയം തോന്നും. കേക്ക് ആവുമ്പോ അറിയൂല, പതഞ്ഞോ. ആ കട്ട് ചെയ്യണ സ്ഥലത്ത് മാത്രം കുറച്ച് കലക്കിട്ട് എടുത്താൽ പറയാം. ഒരിച്ചിരി കുറച്ച് ഇട്ടാ പോലെ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചിക്ക് പറ്റണ പോലെ ചേച്ചി കലക്കിട്ടാ. ചേച്ചി ഇതിൽ എക്സ്പെർട്ട് ആണെന്ന് എനിക്കറിയാം. മറ്റതിനെ കല്ലാക്കിയ ചേച്ചിക്ക് ഇതിനെ പതയാക്കാനും പറ്റും. ഇത് ആര് പറഞ്ഞത്? ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ വിളിക്കുന്നത്. എന്റെ ഫ്രണ്ട് സതീഷാണ്. ചേച്ചിയുടെ അടുത്താവുമ്പോ തുറന്ന് പറയാലോ. ആദ്യം എന്നെ പ്രേമിച്ച് പറ്റിച്ച്, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോളെ പ്രേമിച്ച് പറ്റിച്ച്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കസിൻസ് ആണെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഈ കേക്ക് ഇപ്പൊ സെറ്റ് ആക്കുന്നത്. എന്റെ പൊന്നെ, കുഞ്ഞമ്മയുടെ മോൾ ഇപ്പോഴും ഡിപ്രഷനിലാണ്. ഞാൻ വേണമെങ്കിൽ ഫോൺ കൊടുക്കാം. അത് വേണ്ട. ഹലോ ചേച്ചി എന്ന് പറഞ്ഞാ ഈ ചേച്ചിയുടെ കേക്ക് കഴിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങരുത് അവൻ. അയ്യോ, അത് തൂരി 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 കിടക്കും. എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ചേച്ചി ഒന്ന് ട്രൈ ചെയ്യോ? ഞങ്ങളെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ അവൻ എന്തെങ്കിലും ചെയ്യണം. അവൻ വയറിളവി, അവൻ തീ വരണം. ഇത് എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഡ്രാഗൺ കുഞ്ഞിനെ കണ്ടിട്ടുള്ള ഡ്രാഗൺ കുഞ്ഞ്. അവൻ അതുപോലെ ബാത്റൂമിലിരുന്ന് തീ തുപ്പണം. എന്റെ അമ്മേ, ഇവിടെ സ്ഥലം എവിടെയാണ്? ചേച്ചി ഇത് എവിടെ നിന്നാണ് പഠിച്ചത് കേക്ക് ഉണ്ടാക്കാൻ? ഞാൻ തനിയെ പഠിച്ചതാ. ഇനി തനിയെ പഠിച്ചുണ്ടാക്കരുത് കേട്ടോ. എവിടെന്നെങ്കിലും കാര്യമായിട്ട് പഠിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. നമ്മളിപ്പോൾ ആർ ജെ അഞ്ജലിയുടെ മറ്റൊരു പ്രാങ്ക് വീഡിയോ ആണ് കണ്ടത്. ഇവരുടെ പ്രാങ്ക് വീഡിയോ കണ്ടല്ലോ. അതിലെ കണ്ടന്റുകൾ മിക്കതും നിലവാരമില്ലാത്ത ഇത്തരത്തിലുള്ള കക്കൂസ് കേസുകളും അതുപോലെ നിലവാരം കുറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെയാണെന്നുള്ളതാണ്. ഇതെല്ലാം കണ്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്